പ്രധാനപ്പെട്ട ഒരു വിവരം സെയ്ഫ് സേനാപതിന് നൽകാനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സെയ്ഫ്, എന്താണ്? നൗഫൽ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഒരു ആശയക്കുഴപ്പത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സമവായത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ചില സംസാരങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ വഴങ്ങാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതാണ് ഈ ആശയക്കുഴപ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് എൻ ശക്തൻ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എൻ ശക്തൻ അതിനകത്ത് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. മുതിർന്ന നേതാവെന്ന പരിഗണന തനിക്ക് വേണം എന്നുള്ളത് നേതൃത്വത്തോട് തന്നെ നേരിട്ട് അദ്ദേഹം പറയുകയാണ്. സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിച്ചു എന്നല്ല പറയുന്നത്, പരിഗണിച്ചിട്ടില്ല, പക്ഷേ അങ്ങനെ ഒരു പരിഗണന വേണ്ട എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. ഷാനിമോൾ ഉസ്മാന്റെ കാര്യത്തിലും ചില സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കാം എന്നുള്ള ആലോചനയാണ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. അവിടെയും ചില പ്രശ്നങ്ങൾ. വി ഡി സതീശൻ അതിനോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ, അവർ മന്ത്രിസഭയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നുണ്ടോ എന്ന് അത് സാമുദായിക സമവാക്യം കൂടി നോക്കിയിട്ട് അതിനകത്ത് തീരുമാനമെടുക്കും. ഇനി 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. ആദ്യത്തെ പ്രശ്നം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി, നമ്മൾ ആദ്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി അദ്ദേഹം തയ്യാറാകുന്നില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ നേരത്തെ മന്ത്രിയാകാൻ കരുതി വെച്ചിരുന്ന ഒരാളെ സ്പീക്കർ ആക്കേണ്ടി വരും, അല്ലെ? അങ്ങനെയെങ്കിൽ ആർക്കാണ് ആ സ്പീക്കർ സ്ഥാനത്തേക്ക് പോകേണ്ടി വരിക? അതെ, അത് വി ടി ബൽറാമിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിൽ രാവിലത്തെ ഉണ്ടായിരുന്ന ഒരു ധാരണ മുതിർന്ന നേതാവ് തന്നെ സ്പീക്കർ പദവിയിലേക്ക് വരണം എന്നുള്ളതാണ്. സഭയിൽ ഒരു ടേമാണ് വി ടി ബൽറാം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ 3 MLA-മാർ BJPക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അവർ 2 പേരെ വലിയ രീതിയിൽ ഭയപ്പെടുന്നില്ല. സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് കേട്ടോ. ഒന്ന് രാജീവ് ചന്ദ്രശേഖറിനെ, അതുപോലെ തന്നെ ഗോപകുമാറിനെ വലിയ രീതിയിൽ ഭയപ്പെടുന്നില്ല. പക്ഷേ വി മുരളീധരൻ എന്ന് പറയുന്ന മുൻ കേന്ദ്രമന്ത്രിയായ പാർലമെന്ററി രംഗത്ത് പരിചയമുള്ള RSSകാരനായ അദ്ദേഹം ഏത് നിലയിലായിരിക്കും സഭയിൽ ഫ്ലോറിൽ ഇടപെടുക എന്നുള്ള ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. 35 പേരെ നേരിടുന്നതിൽ അത് സഭയിൽ വരുന്ന അവർക്ക് പരിചിതമായ ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് അറിയാൻ കഴിയും. അതുകൊണ്ട് മുതിർന്ന നേതാവ് തന്നെ വേണം എന്നുള്ള അഭിപ്രായമാണ് രാവിലെ ഉണ്ടായിരുന്നത്. അവിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേര് പരിഗണനയിലേക്ക് വന്നത്. പക്ഷേ അദ്ദേഹം ഈ പ്രശ്നം മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെയെങ്കിൽ വി ടി ബൽറാമിനെ കൊണ്ടുവരാൻ രാവിലെ ഒരു ആലോചന ഉണ്ടായിരുന്നു. അത് നേരെ സ്പീക്കർ സ്ഥാനത്തേക്ക് പോകുമോ എന്നുള്ള സംശയമാണ് നിലവിൽ നിലനിൽക്കുന്നത്. ആ ആശയക്കുഴപ്പത്തിൽ മാത്രമാണ് ഇപ്പോൾ തട്ടി നിൽക്കുന്നത്. ആശയക്കുഴപ്പം വേഗത്തിൽ പരിഹരിക്കാൻ കഴിയും. ഇപ്പോ വി ടി ബൽറാമിനെ പോലെ ഒരാൾ വളരെ പൊളിറ്റിക്കലായുള്ള വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായും സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാൻ, സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ എപ്പോഴും നിൽക്കേണ്ട ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ സ്പീക്കറാക്കി മാറ്റാൻ പാർട്ടി ആലോചിക്കുമോ? ഇത് 102 പേരുണ്ടായോണ്ട് അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല നൗഫൽ. കാരണം അവര് പറയുന്നത് ഇപ്പോൾ ചെറിയ അംഗസംഖ്യയായിരുന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെങ്കിൽ 72 പേരേ ഉള്ളൂ. ഫ്ലോറിൽ പ്രധാനപ്പെട്ട ആൾക്കാർ വേണം എന്നുള്ളത് അവരുടെ നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് GK-യിലേക്ക് വരുന്നത്. GK മന്ത്രിയാക്കാൻ ആലോചിച്ചിരുന്നെങ്കിൽ പിന്നീട് GK-യിലേക്ക് വരികയും പിന്നീട് അത് ശക്തനിലേക്ക് പോവുകയൊക്കെ ചെയ്തത് അങ്ങനെയാണ്. പക്ഷേ ഈ മന്ത്രിസഭയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 102 പേരുമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരാളില്ലെങ്കിൽ ഒരാൾ എന്ന രീതിയിൽ അതിനകത്തുണ്ട്. യുവാക്കൾ ഒരുപാട് പേർ ജയിച്ച് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ സാമുദായിക പ്രാതിനിധ്യം എല്ലാം കൂടെ നോക്കിയിട്ട് മറ്റൊരു പേരിലേക്ക് അവർ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. ഈ 2 പേരിൽ തട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഇത്. അല്ലെങ്കിൽ പിന്നെ റോജി എം ജോണിലേക്ക് വരണം. റോജി എം ജോണിന്റെ പേര് രാവിലെ സജീവ പരിഗണന കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ പേര് കേൾക്കുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന പേരിലാണ് ഏകദേശം ഉറപ്പിച്ചു വെച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം ഇത് കണക്കിന് നെഗറ്റീവ് സ്വഭാവത്തിൽ അദ്ദേഹം സംസാരിച്ചു, നേതൃത്വത്തോട് തന്നെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ രാവിലത്തെ മുഖം, അതിന് ശരീരഭാഷയല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമായിരുന്നു. പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ഞാനത് അംഗീകരിക്കും എന്നുള്ള വാക്കുകൾ ഷാർപ്പായിരുന്നു. ഇതൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് പറയേണ്ട വാക്കുകൾ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖം ശ്രദ്ധിച്ചാൽ നമുക്ക് അത് മനസ്സിലാകുമായിരുന്നു. പിന്നീട് ഈ സംഭാഷണത്തിൽ ഇപ്പോൾ 2 മണിക്കൂർ നടന്ന സംഭാഷണത്തിൽ അദ്ദേഹം നേതൃത്വത്തോട് തന്നെ പറഞ്ഞു സ്പീക്കർ സ്ഥാനത്തേക്ക് ഞാൻ വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വി ടി ബൽറാം പറഞ്ഞ പോലെ ഫ്ലോറിൽ നല്ല കാര്യങ്ങൾ അവതരിപ്പിക്കാനും മറ്റും കഴിയുന്ന, ഫ്ലോറിൽ ആ ഭരണപക്ഷത്തിന്റെ മുഖമായി നിൽക്കാൻ കഴിയുന്ന, ശബ്ദമായി നിൽക്കാൻ കഴിയുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തെ സാമുദായിക പരിഗണനയൊക്കെ നോക്കി വരുമ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കാം എന്നുള്ള ആലോചനയാണ് നിലവിൽ നടക്കുന്നത്. തിരുവഞ്ചൂർ വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പേരിലേക്ക് പോയേക്കാം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഷാനിമോൾ ഉസ്മാന്റെ കാര്യത്തിലും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശക്തൻ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതാണ് 23-ാം മണിക്കൂറിലായിട്ടും അതിനകത്ത് ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ നിയുക്ത മുഖ്യമന്ത്രി ഓടി നടന്നാണ് മുതിർന്ന നേതാക്കളെ അനുനയിപ്പിച്ചത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയായാലും KC വേണുഗോപാലായാലും അവരെല്ലാം അനുനയിപ്പിച്ചത്. പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട് കോൺഗ്രസിനെ. നൗഫൽ, അത് പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നു.